അച്ഛന് അക്കാലത്ത് അത്രയധികം പൈസ എവിടുന്നാ വന്നത്? ആ ടയർ ബിസിനസ് അത്രയൊക്കെ ഉണ്ടോ ഒരു ഷോപ്പിൻ്റെ അത്? ആ ഷോപ്പിൽ അത്രയും ടയർ വിറ്റിരുന്നോ? ടയറിൻ്റെ കച്ചവടം വരുമ്പോൾ തന്നെ വിൽപ്പനയായി പോകുമല്ലോ. ടയർ ലോറിയിൽ വരും, അപ്പം തന്നെ വിൽപ്പന ആവും. ഈ ഷേർട്ടൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ നമ്മളാ ഇതിൻ്റെ അടുത്ത് ഷേർട്ടിൻ്റെ ഒരു ടയർ കൂടിയല്ലേ, ഹൻസല്ലേ പ്രമോദ്, അയാൾ ടയർ വരുന്നതിന് മുന്നേ വെച്ച് വയ്ക്കും. ടയർ വന്നോണ്ട് ശരി 10 രൂപ ലാഭം ആ ടയർ ഇവിടെ ഇറക്കാൻ പറയും. അപ്പം ഇറക്കി മൂപ്പര് 10 രൂപ അവിടെ കൊണ്ടുകൊടുത്ത് ടയർ അവിടെ ഇറക്കി. അടുത്ത വണ്ടി പോയി 10,000 രൂപ. ആ 10,000 അത് മതിയല്ലോ. അന്നത്തെ 10,000 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ലക്ഷം അന്നത്തെ 10,000. അല്ല അത് നേരെ അങ്ങോട്ട് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന? കോയമ്പത്തൂർ. ഞാൻ കാറിൽ പോയിട്ടുണ്ട് കോയമ്പത്തൂർ മൂപ്പര് ഇവിടെ. ഉണ്ടല്ലേ? ഞാൻ രാജന് മൂപ്പര് കുറേ ദൂരം വിഷമം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കും. ഇത്ര സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രബോധനം പ്രശ്നിക്കുന്ന സ്ഥലം മൂപ്പര് മാധ്യമം. പിന്നെ വേങ്ങേരി അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഞാൻ പോയിട്ടുണ്ട്, തേങ്ങലിക്കാൻ പോയിട്ടുണ്ട്. ആ അല്ല പ്രബോധനം വിറ്റടി ഏമേച്ചിൻ്റെ അടുത്ത്. നമ്മൾ 3 ആളല്ലേ കമ്പനി? ഇബ്രാഹിം, ഇയാൾ മൊയ്തീനാജി, അത് ഈ പിടിച്ചാണ് മൊയ്തു എന്നിട്ട് ഒരാളുടെ ലോഡി ഓണേഴ്സ്. ആ അതൊക്കെ അറിയാം, വെളുത്തിട്ടുള്ള മൊയ്തുക്കൊന്നും ആളെ പറ്റിക്കില്ല. ബാക്കി ചില ആൾക്കാരുണ്ട് പറ്റിക്കാനായിട്ട് വരിക. മൊയ്തൊന്നും ആളെ പറ്റും. കാരണം മൊയ്തീനാജി മരിച്ചു. അതെനിക്കറിയാം, പേപ്പറിൽ ഞാൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. ഞാൻ പോയിനാടെ വീട്ടിൽ ചെക്കണ്ടേനാടെ. ഞാൻ കാസർഗോഡുള്ളപ്പോൾ അച്ഛൻ്റെ ഡയറി ഇപ്പോഴും എടുത്തിട്ടുണ്ട്. അച്ചാച്ചൻ്റെ കിട്ടാനുള്ള ആൾക്കാരെ പുൽപ്പള്ളി പൈലൊക്കെ ഉണ്ട്. എല്ലാ ഞായറാഴ്ച ഇതല്ലേ പണ്ട് രാവിലെ 6 മണിക്ക് പോകുമ്പോൾ കടം കൊടുക്കൂല ആൾക്കാരല്ലേ? ഞാൻ ചോദിക്കും, നിങ്ങളിങ്ങനെ കടം കൊടുത്തിട്ട് ഞായറാഴ്ച നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ 6 മണിക്ക് വണ്ടിയിലെടുത്ത് പോകണ്ടേ? എന്നോട് പറയും ബിസിനസ്സാണല്ലോ, ഇവിടെ നടക്കണ്ടേ, എന്നിട്ട് കളക്ട് ചെയ്യാൻ പോവുക. ആ കാതിരിക്കൊക്കെ പൈസ എത്ര കൊടുക്കാണ്ടല്ലോ. ഒരു കന്മയിൽ കാതിരിണ്ടേ, ആ മൂഴിക്കല തിരിച്ചിട്ട് അവിടെ ഓടി കൊടുത്ത അച്ഛനാണല്ലോ വീടിൻ്റെ അല്ലേ? അയച്ച 10 വെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ മാത്രമല്ല, ഞാൻ ഒന്നും വാങ്ങില്ല, ഒരു സാധനം ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. നിങ്ങൾ അന്ന് ഒന്നും അതേ പോളിസിയിലാണ്. എനിക്ക് ഇന്ന് വരെ അനാവശ്യമായി ചിലവാക്കൂല പരിപാടി. ഇപ്പം നമ്മളെ നേരെ എയിമിൻ്റെ മകളെ കുട്ടികളെ അതാണ് എൻ്റെ മുഖം എയർപോർട്ടിൽ ഇതായി പോയിട്ടോ. ഓട്ടോമാറ്റിക് സിവിൽ കഴിഞ്ഞ് സിവിൽ ഏവിയേഷൻ്റെ